വെൽക്കം ടു നീതാസ് ടേസ്റ്റ്ലാൻഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടായി മഷ്റൂം ആണ്. കൂടുതലും നമ്മൾ കടായി റെസിപ്പീസ് റെസ്റ്റോറന്റിൽ നിന്ന് മാത്രമേ കഴിക്കാറുള്ളൂ. വീട്ടിലധികം അങ്ങനെ പ്രിപ്പയർ ചെയ്യാറില്ല. പക്ഷെ കടായി റെസിപ്പീസ് എല്ലാം നമുക്ക് വളരെ ഈസിയാണ്. അതിൽ നമ്മളൊരു കടായി മസാല റെഡിയാക്കി എടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കടായി മസാല റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കടായി മസാല റെഡിയാക്കാം. ആ മസാല ഉപയോഗിച്ച് നമ്മൾ ഈ കടായി റെസിപ്പീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കടായി റെസിപ്പീസ് എല്ലാം ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മൾ ആലു പറാത്ത റെഡിയാക്കില്ലേ, ആലു പറാത്ത റെഡിയാക്കുമ്പോഴും ഈ കടായി മസാല കുറച്ച് ചേർക്കുകയാണെങ്കിൽ ആലു പറാത്തയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ആലു പറാത്തയുടെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട്, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആലു പറാത്ത ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ടെങ്കിലും വീഡിയോ ചെയ്യാൻ ടൈം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഈ മസാല പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ മസാലയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ആലു പറാത്ത ഉണ്ടാക്കാന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. കടായി മഷ്റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്കും അതുപോലെ തന്നെ പൊറോട്ടയ്ക്കും നാനിനും അതുപോലെ നമ്മുടെ ഇവിടെ ബ്രെഡിനും എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിക്കുക, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റോറന്റിൽ കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിൽ അതേ പെർഫെക്ഷനോട് കൂടി തന്നെയാണ് ഈ റെസിപ്പി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീട്ടിലാണെങ്കിലും ചെറിയ ഗെറ്റ് ടുഗദർ ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു റെസിപ്പി യൂസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ കടായി പനീറും കടായി ചിക്കനും ചെയ്യാം. അതിൽ ചില വേരിയേഷൻസേ ഉള്ളൂ. അപ്പൊ മഷ്റൂമിൽ നമ്മൾ പനീർ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്യേണ്ട, അങ്ങനെയുള്ള ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണോ, പനീറാണോ മഷ്റൂം ആണോ ചിക്കൻ ആണോ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ. അതുപോലെ തന്നെ കടായി വെജ് ഉണ്ട്. ഇപ്പൊ മഷ്റൂം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ട് കടായി വെജ് റെഡിയാക്കാം. അപ്പോൾ കുറച്ച് ചീസൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. പല റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് നമ്മൾ കഴിക്കുമ്പോൾ ചില റെസ്റ്റോറന്റുകളിൽ ചീസ് ഗ്രേറ്റ് ചെയ്തിടാറുണ്ട്, ചില റെസ്റ്റോറൻറ്റ്സിൽ അങ്ങനെ ഇല്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കടായി മഷ്റൂം റെഡിയാക്കാന്ന് ഇന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കടായി മഷ്റൂം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ മഷ്റൂം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാപ്സിക്കം, സവോള രണ്ട് രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ ഇത് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ വേണ്ടത് മല്ലിയില, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് ഗരം മസാലപ്പൊടിയാണ്. പിന്നെ ഇതിലിപ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ട് വേണം, കുറച്ച് പഞ്ചസാര. കാഷ്യൂനട്ടും ഷുഗറും ഓപ്ഷനിലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം, താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കടായി മസാലയാണ്. കടായി മസാല ഉണ്ടാക്കുന്നതിനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുഴുവൻ മല്ലി, അതുപോലെ തന്നെ വറ്റൽ മുളക്, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതില് നമ്മുടെ നല്ല ജീരകമുണ്ട്, പെരിഞ്ജീരകമുണ്ട്, കുരുമുളകുണ്ട്. ഇതിപ്പോ എല്ലാം 1/2 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇതിലേക്ക് 5 വറ്റൽമുളകും 1/2 ടേബിൾ സ്പൂൺ മല്ലിയും ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ഗരം മസാലയ്ക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന പോലെ ഡ്രൈ റോസ്റ്റ് ചെയ്യുക. തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കും. അത് നമുക്ക് ആദ്യം റെഡിയാക്കി വെക്കാം. അപ്പൊ ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതും പൊടിക്കുന്നതും കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാല ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടതാണ്. അതിലേക്ക് ചെറിയ വ്യത്യാസമുള്ളൂ. വറ്റൽമുളക് ചേരുന്നു, നല്ല ജീരകം ചേർക്കുന്നു, അങ്ങനെയുള്ള ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പൊ എല്ലാ മസാലകളും നമ്മൾ സാധാരണ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള പ്രിപ്പറേഷൻ ചെയ്യുള്ളൂ. കാഷ്യൂനട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. കാഷ്യൂനട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ, കാഷ്യൂനട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ നമ്മളിവിടെ എടുത്തു വെക്കാത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് വെച്ചിട്ടില്ല, നമ്മുടെ വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ടില്ല. നമ്മുടെ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസ് എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ വെജിറ്റബിൾ ഓയിൽ തന്നെ ചെയ്യാം. ആദ്യം ഞാനിപ്പോ മസാല റെഡിയാക്കാൻ പോവാണ്. കടായി മഷ്റൂം റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. കുറച്ച് ഓയിൽ നമ്മൾ കൂടുതൽ ആദ്യമേ ചേർക്കുക. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള റെസിപ്പീസിൽ കുറച്ച് ഓയിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം ഓയിൽ ചേർക്കുന്നത്. ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർക്കാം. ഞാനിപ്പോ ഒരു 4 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. വറ്റൽമുളകിന്റെ കളർ വല്ലാതെ അങ്ങ് ചേഞ്ച് ആയി പോകുന്നതിന് മുന്നേ തന്നെ ആയിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വറ്റൽമുളകിന്റെ കളർ വേഗം തന്നെ ചേഞ്ച് ആയി പോവും. ഓയിലൊന്ന് ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോഴേ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം.
വെളുത്തുള്ളി നമുക്ക് ഇഞ്ചി കട്ട് ചെയ്തതുപോലെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇഞ്ചി പക്ഷെ നമ്മൾ വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറിയിൽ ചവയ്ക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇഞ്ചി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യുന്നതിനേക്കാൾ ഇഞ്ചിയും വെളുത്തുള്ളിയും തന്നെ ചേർക്കുന്നതായിരിക്കും ഈ റെസിപ്പിയിൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കുക്കായി വരണം കേട്ടോ. അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വറ്റൽമുളകിൻ്റെ കളർ ചേഞ്ച് ആയി പോകരുതല്ലോ, അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത്. പിന്നെ മല്ലിയില ചേർക്കാൻ നമ്മൾ ഈ റെസിപ്പീസിൽ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസിൽ എല്ലാത്തിലും നമ്മൾ മല്ലിയില കൂടുതൽ തന്നെ ചേർക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, നമ്മുടെ സവാള ഒന്ന് വേഗം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതും കാഷ്യൂ പേസ്റ്റ് റെഡിയാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഈ കറിയിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള പോർഷനുള്ളൂ. ബാക്കിയുള്ളതെല്ലാം വളരെ ഈസിയാണ്. ആദ്യം എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. കാഷ്യൂ പേസ്റ്റ് ആണെങ്കിലും ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ കാഷ്യൂ പേസ്റ്റ് റെഡിയാക്കി വെക്കുക. ഒപ്പം തന്നെ കടായി മസാലയും പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ ഗരം മസാലയുടെ റെസിപ്പി കണ്ടിട്ടില്ലാത്ത ആളുകൾ നമ്മുടെ ഗരം മസാലയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഗരം മസാല റെഡിയാക്കുക എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് അതിൽ ഞാനിപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസും ഓരോന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇതിപ്പോൾ എല്ലാം ചേർത്തിട്ട് ഒരുമിച്ചാണ് കടായി മസാല ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തത്. അത്രേ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ലൈറ്റായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് വന്നു തുടങ്ങി. ഇത്ര മതി. ഇനി ഇതിലും ബ്രൗൺ ആയി പോകണ്ട. ഇത്ര ആവുമ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് തുടങ്ങുക. ഫ്ലെയിം കുറച്ച് വെക്കുക. ആദ്യം നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടിക്ക് കുക്കിംഗ് ടൈം കൂടുതലുണ്ട്, അതുകൊണ്ട് മല്ലിപ്പൊടി ആദ്യം ചേർക്കുക. ഞാനിപ്പോൾ സവാള കുക്ക് ചെയ്തത് 7 മിനിറ്റ് എടുത്തിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വലുതായിട്ടല്ലേ സവാള കട്ട് ചെയ്തിരുന്നത്, അതുകൊണ്ടാണ് 7 മിനിറ്റ് എടുത്തത്. ഇനി മല്ലിപ്പൊടിയുടെ റോ സ്മെല്ല് മാറി വരുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്യുക. പൊടികൾ ചേർക്കുമ്പോൾ എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികൾ ഇങ്ങനെ ഡ്രൈ ആയി വരും, ഒട്ടും നനവില്ലാതിരിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ എണ്ണ കുറവായിട്ട് തോന്നാന്ന് പറയുന്നത്. നമ്മുടെ മല്ലിപ്പൊടിയുടെ ആ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയുടെ റോ സ്മെല്ലും റോ ടേസ്റ്റും ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ മുളക് പൊടിയുടെ അളവ് വ്യത്യാസം വരുത്തുക. ഒരു 3/4 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി, നല്ല എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ. പിന്നെ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെജിറ്റബിൾ ഓയിൽ ചേർക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഓയിൽ കുറവുണ്ട്. നമ്മൾ ഇനി ടൊമാറ്റോ ആഡ് ചെയ്ത് വരുമ്പോൾ ഓയിൽ ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഗരം മസാല പൊടിയാണ്. ഗരം മസാല പൊടി ഒരു 2 പിഞ്ച് ബാലൻസ് വയ്ക്കുക. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ എടുത്തിട്ട് 2 പിഞ്ച് ബാലൻസ് വയ്ക്കുക, നമുക്ക് ഫൈനലായിട്ട് ഒന്ന് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യാം. നമ്മൾ 4 ടൊമാറ്റോയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ടൊമാറ്റോ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അടച്ചു വെച്ച് നമ്മൾ ടൊമാറ്റോ സോഫ്റ്റ് ആയി വരുന്നത് വരെ കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ടൊമാറ്റോയ്ക്കും മഷ്റൂമിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ വെള്ളം യൂസ് ചെയ്യില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. ടൊമാറ്റോ എന്ന് നന്നായി കുക്കായി വരട്ടെ. തക്കാളി നന്നായിട്ട് കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. കുക്കായതിനു ശേഷം നമ്മുടെ തക്കാളിയുടെ പീസൊക്കെ ഉടഞ്ഞു തുടങ്ങി. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളിയുടെ പുളിയും അതുപോലെ തന്നെ എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളൂ. അതൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ കാഷ്യൂനട്ട് പേസ്റ്റ് ചെയ്തതാണ്. ഇത് ഓപ്ഷനിലാണ്, താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിൽ കാഷ്യൂ പേസ്റ്റിന് പകരം ക്രീം യൂസ് ചെയ്യാം. ക്രീമാണെങ്കിലും നമ്മുടെ കറി നന്നായിട്ട് തിക്കായി വരും. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഇപ്പോൾ കുറച്ച് ചേർക്കാം, ലാസ്റ്റ് നമുക്ക് കുറച്ചുകൂടി ചേർക്കാം. ഇനി കാഷ്യൂ പേസ്റ്റ് ഒന്ന് കുക്കായി എണ്ണ തെളിഞ്ഞു വരണം. അതുവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഞാൻ തക്കാളി കുക്ക് ചെയ്തെടുത്തത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ലോ ഫ്ലെയിമിൽ 8 മിനിറ്റ് വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്.
കാഷ്യൂ പേസ്റ്റ് വേഗം തന്നെ കുക്കായി വരും കേട്ടോ, അധികം ടൈമൊന്നും എടുക്കില്ല കുക്കായി വരാൻ. കുക്കായി സൈഡിലൊക്കെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കാഷ്യൂനട്ട് ചേർത്തതിന് ശേഷം ഇപ്പോൾ സൈഡിലൊക്കെ ഇതുണ്ടോ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, അതുപോലെ തന്നെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ, ഒരു സവാളയാണിത്. ഇത് രണ്ടും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടായി മസാല ചേർക്കാം. നമ്മളിതാ ഇതുപോലെയാണ് നമ്മുടെ കടായി മസാല പൊടിച്ചെടുത്തത്. ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട, ഇതുപോലെ തരിതരിപ്പോട് കൂടി പൊടിച്ചെടുക്കുക. നമുക്കിനി ഇതിലേക്ക് കടായി മസാല ചേർക്കാം. മസാല ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ കടായി മസാലയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും സവോളയും ചേർത്തിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർക്കാം. ഞാനിപ്പോൾ വലിയ മഷ്റൂം 4 കട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയ മഷ്റൂം 2 കട്ട് ചെയ്തിട്ടുണ്ട്. മഷ്റൂം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുക. മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി മഷ്റൂം കുക്ക് ആയിക്കോളും, അതുകൊണ്ട് വെള്ളം ചേർക്കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മഷ്റൂം അടച്ചു വെച്ചതിന് ശേഷം 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു. ഇപ്പോൾ മഷ്റൂമിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇതുണ്ടോ ആ ബബിൾസ് വരുന്നത് മഷ്റൂമിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെയാണ്. നമുക്കിത് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് ഇതുപോലെ മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടച്ചു വെക്കുന്നില്ല, തുറന്നു വെച്ച് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. മഷ്റൂം ഒന്ന് കുക്കായി വന്നാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ 3 മിനിറ്റ് അടച്ചു വെച്ചത്. അപ്പോഴാണ് ഇതുപോലെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നത് മഷ്റൂമിൽ നിന്ന്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, എരിവ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഫൈനലായിട്ട് ഒരു 2 പിഞ്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കടായി മസാലയും ചേർക്കും. പിന്നെ നമ്മൾ ഫൈനലായിട്ട് കുറച്ച് മല്ലിയില ഗാർണിഷിങ്ങിനും ചേർക്കും. അപ്പോൾ ഇനി നമുക്കിത് തുറന്നു വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം, മഷ്റൂം കറക്റ്റായിട്ട് കുക്കായി വരുന്നത് വരെ. നമ്മുടെ മഷ്റൂം കുക്കായി ഏകദേശം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തത്. ആദ്യം 3 മിനിറ്റ് അടച്ചു വെച്ചു, അതിനുശേഷം 7 മിനിറ്റ് തുറന്നു വെച്ചു. മഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ വെള്ളം മുഴുവൻ വറ്റി നന്നായിട്ട് ഇതാ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കടായി മഷ്റൂമിന്റെ പരിപാടി. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 2 പിഞ്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കടായി മസാലയും ചേർക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയില ആവശ്യമാണെങ്കിൽ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗാർണിഷ് ചെയ്യുമ്പോൾ ചേർക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരും കടായി മഷ്റൂം ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇതിപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഗസ്റ്റ് ഒക്കെ വരുന്ന ദിവസങ്ങളിലാണ് നമ്മളിങ്ങനെ ഒരു റെസിപ്പി ചെയ്യുന്നത്. അവർക്ക് സെർവ് ചെയ്യാനാണെങ്കിൽ നമുക്കിതിപ്പോൾ കുറച്ച് ക്രീം ഒഴിച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് സെർവ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിന്റെ 2 ഓപ്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം കമന്റ്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.